നമസ്കാരം, എൻ്റെ പേര് വിപിൻ. എൻ്റെ ചാനലിൻ്റെ പേരാണ് വിപിൻ പള്ളിപ്പോട്ട്. നിങ്ങൾ ഈ ചാനൽ കണ്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ബെൽ ബട്ടൺ അമർത്തേണ്ട, സബ്സ്ക്രൈബും ചെയ്യണ്ട, അതുപോലെ തന്നെ ലൈക്കും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ കാണുക, ഓക്കെ. വന്ന ചട്ടിയിൽ നിറയെ മുളകാണ്ട്, രാജസ്ഥാൻ മുളക്, അതുപോലെ തന്നെ ഉണ്ടമുളക്, കാന്താരി മുളക്, അതുപോലെ തന്നെ ഇറ്റാലിയൻ മുളകൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മുഴുവനും വെന്തിച്ചെടി കണ്ട, വെന്തി കണ്ട 80 വെന്തിച്ചെടി ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട് ആ മുളകൊക്കെ കണ്ടത് കണ്ടായിട്ട്, അതാണ് ഇറ്റാലിയൻ മുളക് കേട്ടോ. ഇറ്റാലിയൻ മുളക് എന്ന് വെച്ചാൽ നിറയെ മുളകാണ് കേട്ടോ കണ്ട. അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് നടണ സമയത്തെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിത് പരിപാലിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സമയമില്ല, സമയം വളരെ കുറവാണ്. വളരെ വൈകി വർക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴാണ് ഞാൻ വെള്ളവും അതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കണത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കും. എൻ്റെ ധാരണ എന്ന് വെച്ചാൽ തെറ്റായ ധാരണയായിരുന്നു. ഇത് റിട്ടയർമെൻറ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ ജോലിയാണ് എൻ്റെ ധാരണ. പക്ഷെ അതൊക്കെ മാറ്റം കിട്ടണ്ട. നിറയെ മുളകൊക്കെ കണ്ട, നല്ല രീതിയിൽ മുളക് വളരണ്ട, ഇറ്റാലിയൻ മുളക് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മനസ്സ് കിട്ടിയാൽ മതി, മനസ്സുണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിലുണ്ട അമരപ്പയർ കണ്ട, അമര കണ്ട, അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട്, ഇഷ്ടം പോലെ ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സുണ്ടായാൽ മതി, ഒരു നല്ലൊരു മനസ്സ് കേട്ടോ. അപ്പോൾ സന്തോഷം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇതൊക്കെ ഇങ്ങനെ കായ്ച്ചിരിക്കുമ്പോൾ കാണാൻ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സാധിക്കും ഇത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇത് ഭക്ഷിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു വിഷവുമില്ല. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് വിഷമുള്ള പച്ചക്കറികളായിക്കോട്ടെ. നമുക്ക് അധികമൊന്നും ഉണ്ടാക്കണ്ട, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിപ്പോയി എന്ന് എനിക്ക് തോന്നണേ അല്ലേ. ഓക്കെ, ഈ റെഡ് കളറിലെ ചട്ടി കണ്ട, ചട്ടി കാണുന്ന നിറയെ മുളക് കണ്ട. പലതരം മുളകുണ്ട്. രാജസ്ഥാൻ മുളക്, അതുപോലെ തന്നെ ഇറ്റാലിയൻ മുളക്, അല്ല ഉണ്ടമുളക്, കാന്താരി മുളക്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. കാണാൻ മുളക് കണ്ട. അതുപോലെ ഈ കാണുന്നുണ്ട്, ഈ കറുത്ത ഗ്രോ ബാഗിൽ കാണുന്നത് വെന്തിയാണ്ട. ഒരു 80 തരം വെന്തിയുണ്ട്, 80 വെന്തിയാട്ടാ കണ്ടാ. അങ്ങനെ ഇതാ കാണുന്നത് കണ്ട, അങ്ങനെ അത് ദൂരെ കാണണ്ട. ഇഞ്ചിയാണ് ആ കാണേണ്ട, ഇഞ്ചി കണ്ടേക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ കണ്ട. പച്ചമുളക് കണ്ട, ഇതൊക്കെ പച്ചമുളകാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് കണ്ട, ഈ പൂട്ടിരിക്കുന്നത് അമരപ്പയറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നട്ടുന്ന സമയത്ത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. സംശയം എന്ന് വെച്ചാൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ എനിക്ക് സമയം വളരെ കുറവാണ്. ജോലിയുള്ളത് കൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ വരുള്ളൂ. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഞാൻ വെള്ളവും അതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്കും ചെയ്യാൻ സാധിക്കും. എൻ്റെ ധാരണ, തെറ്റായ ധാരണ എന്ന് വെച്ചാലേ ഇതെല്ലാം കണ്ടാ, ഇതെല്ലാം ചെയ്യാൻ റിട്ടയർമെൻറ്റ് ആൾക്കാർക്ക് പറ്റുള്ളൂ എന്നുള്ള എൻ്റെ ധാരണ. പക്ഷേ അതൊക്കെ മാറിക്കിട്ടിയുണ്ട് അല്ലെ. അപ്പം നമുക്കും സാധിക്കും. ഇത് ഒരു മനസ്സുണ്ടായാൽ മതി കേട്ടാ. അത് വലിയ സമയമൊന്നും വേണ്ട, നമുക്ക് വലിയ സമയമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു മനസ്സ് കണ്ടാ, ഇതൊക്കെ പൂത്തിരിക്കുമ്പോൾ കാണാൻ തന്നെ എന്ത് രസമുണ്ടാ കണ്ടാ, അല്ല കണ്ടാ. അപ്പോൾ അത് നല്ലൊരു മനസ്സുണ്ടായാൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് നിങ്ങൾക്കും സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു വിഷവും ഇല്ലാത്ത പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അതാണ്ട് അത് തന്നെ ഏറ്റവും വലുത് വേണ്ട. നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറി വിഷമില്ലാതെ നമുക്ക് കിട്ടുന്നില്ല. കടകളിൽ നമ്മൾ വാങ്ങിക്കുന്നത് വളരെ കൊടിയ വിഷം ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചക്കറി കഴിക്കാതിരിക്കും. ഇപ്പോഴത്തെ പട്ടിണി കിടന്നാൽ അത്രയും വിഷം നമുക്ക് കിട്ടൂല. അത്രയ്ക്ക് മാരകമായ വിഷമാണ് പച്ചക്കറിയിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് മാത്രം നമ്മൾ നട്ടു വളർത്തിയാൽ മതി കേട്ടോ. ഇതും എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ.